Good morning, students. So we were discussing about uniform continuity of a function on a set, which is much more than uh, usual continuity. അപ്പോൾ നമ്മൾ പറഞ്ഞു for every epsilon greater than 0, there exists a delta. Continuous means there exists a delta. Continuous means continuous at every point of the domain. Continuity at a point means corresponding to every point. If we take any epsilon greater than 0, we can find out a delta greater than 0 such that whenever a point is in the delta neighborhood of C, its image f of x is in the epsilon neighborhood of f of C. And that delta obtained from എന്താ പറയുക ഈ ഡെഫിനിഷനിൽ കിട്ടുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ എപ്സിലോൺ ബട്ട് ഓൾസോ ഓൺ ദ പോയിന്റ് സി. Whereas if the same delta holds for every pair of points x and y taken from the domain, that means corresponding to every positive epsilon, we could find out a delta which so such that this condition is satisfied. I mean, this condition holds for all points x and y in the domain. We say that that function is uniformly continuous on that domain. So എന്താണ് കണ്ടിന്യൂറ്റി ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡെൽറ്റ പോയിന്റിനെ അനുസരിച്ചിട്ട് മാറില്ല. പിന്നെയോ എല്ലാ പോയിന്റ്സിനും ഇതേ ഡെൽറ്റ തന്നെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെൽറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. whenever 2 points are at a distance less than delta, their images are at a distance less than epsilon എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിന്യൂറ്റിനേക്കാളും കുറച്ചും കൂടെ കൂടിയ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ട്രിവിയലി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ മീൻസ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ. അത് ട്രിവിയലി ട്രൂ ആണ്, കണ്ടിന്യൂസ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ കണ്ടീഷനാണ് delta should depends only on epsilon, not on the points എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കണ്ടീഷൻ കൂടിയാണ് യൂണിഫോംലി കണ്ടിന്യൂസ് യൂണിഫോം കണ്ടിന്യൂറ്റിക്ക് ഉള്ളത്. സോ ക്ലിയർലി യൂണിഫോം കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, വെറാസ് കണ്ടിന്യൂറ്റി നോട്ട് ഓൾവേസ് ഇംപ്ലൈ യൂണിഫോം കണ്ടിന്യൂറ്റി. അപ്പോൾ യൂണിഫോം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് ഒക്കെ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലിപ്ഷിറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷെ എല്ലാ കണ്ടിന്യൂസ് ഫങ്ഷൻസും യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഡൊമൈൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില കേസിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് എങ്ങനെയാണെങ്കിലാണ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്, ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണെങ്കിൽ we can prove that it is uniformly continuous on that interval. So that theorem is known as uniform continuity theorem. That theorem says that if I is a closed and bounded interval and if f is a continuous function on I, then f is uniformly continuous on I. That is, continuity on a closed and bounded interval implies uniform continuity. That is the uniform continuity theorem. So അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? We take a closed and bounded interval I. Suppose that f is a continuous function on I. We have to prove that f is uniformly continuous on I. To prove this, we use the method of contradiction. Assume to the contrary that f is not uniformly continuous on I. അപ്പോൾ യൂണിഫോം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ്റെ നെഗേഷൻ എഴുതണം. നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് മീൻസ് എന്താണ്? യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതൊരു എപ്സിലോൺ എടുത്താലും ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് ഡെൽറ്റ സച്ച് ദാറ്റ് വെനെവർ എക്സ് ആൻഡ് വൈ ആർ അറ്റ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് വൈ ആർ അറ്റ് ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ എല്ലാ എപ്സിലോണിനും ഇങ്ങനെ ഒരു ഡെൽറ്റ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എപ്സിലോൺ, സേ എപ്സിലോൺ നോട്ട്, സച്ച് ദാറ്റ് ഇങ്ങനെ ഒരു ഡെൽറ്റ ഇല്ലാത്ത, ഇങ്ങനെ ഒരു ഡെൽറ്റ ഇല്ല എന്ന് പറഞ്ഞാൽ x and y are at a distance less than delta doesn't imply f of x and f of y are at a distance less than epsilon. അതായത് ഏതൊരു ഡെൽറ്റ എടുത്താലും ഈ കണ്ടീഷൻ, ഈ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്യുന്നില്ല. അതായത് ഏത് ഡെൽറ്റ എടുത്താലും we could find out a pair of points x delta and y delta such that they are at a distance less than delta, but their images are not at a distance less than epsilon. The distance between the images greater than or equal to epsilon naught. So that is the condition for
നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. ഓക്കെ, അതിന് ഞാൻ സ്റ്റാർന്ന് മാർക്ക് ചെയ്തു. ഇനി ഡെൽറ്റയ്ക്ക് പല പല വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ ഡെൽറ്റയുടെ വാല്യൂവിനും ഒരു പെയർ ഓഫ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡെൽറ്റയ്ക്ക് ആദ്യം 1 എന്ന വാല്യൂ കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പെയർ ഓഫ് പോയിന്റ്സിനെ ഞാൻ x1 y1 എന്ന് വിളിക്കുന്നു, such that the condition star holds. ഇനി ഡെൽറ്റ ഈക്വൽ ടു 1/2 എന്ന് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പെയർ ഓഫ് പോയിന്റ്സിനെ ഞാൻ x2 y2 എന്ന് വിളിക്കുന്നു. x2 y2ഉം സ്റ്റാർ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോർ ഈച്ച് n in n നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് n corresponding to each delta is equal to 1/n, we get there exist xn and yn in the interval I, such that xn and yn are at a distance less than 1/n, but their images f of xn and f of yn are at a distance greater than or equal to epsilon naught. Okay, now xn and yn are in I. ഓക്കെ, എക്സനും വൈനും ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞിട്ട് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് സീക്വൻസ് കിട്ടി. എക്സനും വൈനും എവിടുത്തെ എലമെന്റ്സ് ആയിരുന്നു? എക്സനും വൈനും ഐയിലെ എലമെന്റ്സ് ആണ്. ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണ്. വേണമെങ്കിൽ നമുക്ക് എ ബി എന്നോ വല്ലതും വിളിക്കാം. ഇപ്പൊ നമുക്ക് കിട്ടിയത് എക്സനും വൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/n എന്ന് കിട്ടി. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് വൈ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് കിട്ടി. ഇനി ഈ എക്സനും വൈനും എവിടെയാണ്? എക്സനും വൈനും ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിലാണ്. അതായത് എക്സൻ, ഫോർ എക്സാമ്പിൾ എക്സൻ എടുത്തു കഴിഞ്ഞാൽ എക്സൻ ഇസ് ലൈങ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഫോർ എവറി എൻ ഇൻ എൻ. അതായത് that sequence has a lower bound a and upper bound b. അതായത് സീക്വൻസ് xn is a bounded sequence. And bounded sequence in the case we have Bolzano-Weierstrass theorem. Bolzano-Weierstrass theorem says that every bounded sequence has a convergent subsequence. So that this sequence xn has also a convergent subsequence, say xnk. xnk is a convergent subsequent. Okay, converge ചെയ്യുന്ന പോയിന്റ് ഞാനിപ്പം say z എന്ന് വിളിക്കാണ്. converges to say xnk converges to z. Then we can prove that the corresponding sequenceynk, അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന n1 ഏതാണോ, n1 എന്ന് പറയുന്ന x1 x2 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിൽ നിന്ന് ഒരു സബ് സീക്വൻസ് ആണ് നമ്മൾ എടുത്തത്. xn1 എന്ന് പറയുന്ന ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, ഈ മുകളിൽ എഴുതിയിരിക്കുന്നതിൽ ഒരു നമ്പർ ആയിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്നത് കുറെ കഴിഞ്ഞിട്ട് വേറൊരു ടേം ആയിരിക്കും, xn2 എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ xn1 xn2 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരുന്നതാണ് ഒരെണ്ണം xn1, പിന്നെ കുറെ കഴിയുമ്പോൾ xn2, അങ്ങനെ പിന്നെ xn3, ഇങ്ങനെയാ പോണേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് y1 y2 y3 എക്സെട്ര നോക്കിയാൽ ഇതേ പ്ലേസിൽ വന്നിരിക്കുന്ന ഇവിടുത്തെ എലമെന്റ് എന്താണ്? yn1. xn2ന്റെ പ്ലേസിൽ സീക്വൻസ് yn വന്നിരിക്കുന്ന yn2 എടുത്തു. അതുപോലെ xn3യുടെ പ്ലേസിൽ n3 എന്നുള്ള പൊസിഷനിൽ സീക്വൻസ് yn വന്നിരിക്കുന്ന yn3 എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന സബ് സീക്വൻസ്ynk, ഈ ynkയും ഇസഡിലേക്ക് തന്നെ കൺവേർജ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് കറസ്പോണ്ടിങ് സീക്വൻസ് ഞാൻ ynk എടുത്തു, ynk ഇസഡിലേക്ക് കൺവേർജ് ചെയ്യുമെന്ന് നോക്കാനായിട്ട് ynkയും ഇസഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ynkയും xnkയും തമ്മിലുള്ള ഡിസ്റ്റൻസ് പ്ലസ് xnkയും ഇസഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ബൈ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xnk മൈനസ് ynk, മോഡുലസ് ഓഫ് രണ്ടും ഒന്ന് തന്നെയാണ്, പ്ലസ് മോഡുലസ് ഓഫ് xnk മൈനസ് ഇസഡ് അല്ലേ? ഇങ്ങനെ എഴുതി. ഇതില് ഫസ്റ്റ് ടേം മോഡുലസ് ഓഫ് xnk മൈനസ് ynk എന്ന് പറയുന്നത് ലെസ് ദാൻ 1/nk ആണെന്ന് നമുക്കറിയാം. അതായത് സീക്വൻസ് xനും yനും എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? സീക്വൻസ് xനും yനും എടുത്തിരിക്കുന്നത് their distance is less than 1/n എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/nk ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ xn മൈനസ് yn ടെൻസ് ടു 0.
അല്ലെ, ആസ് n goes to infinity. സോ അതിന്റെ സബ്സീക്വൻസ് ആയിട്ടുള്ള xnk മൈനസ് yn k എന്ന് പറയുന്നതും ടെൻസ് ടു 0 ആസ് k ടെൻസ് ടു ഇൻഫിനിറ്റി. അതുപോലെ രണ്ടാമത്തെ ടേം ആയിട്ട് എടുത്തിരിക്കുന്ന xnk മൈനസ് z, xnk എന്ന് പറഞ്ഞ സീക്വൻസ് എടുത്തത് അത് കൺവേർജന്റ് സീക്വൻസ് ആണ്, അതിന്റെ ലിമിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ z എടുത്തത്. അപ്പൊ xnk മൈനസ് z കൺവേർജസ് ടു 0. So we have the first term converges to 0, second term also converges to 0. So their limit, the sum also converges to 0 plus 0, that is 0. അതായത്ynk minus z converges to 0 or ynk converges to z. Thus, the corresponding sequence ynk also converges to the same limit z. Okay. Now, we have two sequences xnk and ynk in closed interval ab അല്ലെങ്കിൽ I എന്നുള്ള closed and bounded interval such that xnk and ynk converges to the same limit z. ഇനി ഈ z ന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഈ z എന്ന് പറയുന്നത് ഈ ഐയിലെ തന്നെ പോയിന്റ് ആയിരിക്കും. കാരണം എന്താണ്, ഈ ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. സോ ദാറ്റ് ഈ xn എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ xn എന്ന് പറയുന്നത് ഐയിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം xn എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് ഫോർ എവറി n in n. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് കിട്ടും ലിമിറ്റ് എ ലിമിറ്റ് കോൺസ്റ്റന്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് മീൻസ് ബി. അതായത് യു വിൽ ഗെറ്റ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. Okay, limit of xn ആണ് z. That means z is lying between a and b. അതായത് z is also an element of our interval, closed interval ab. So we have a sequence, we have two sequences xnk and ynk, both converging to the point z in I. Z is a point in I. Okay, അതായത് you have two sequences having the same limit, but we have another condition, f of xnk and f of ynk being the subsequence of xn and yn, we get f of xnk minus f of ynk is greater than or equal to epsilon naught. This will imply, you can say that modulus of f of xnk minus f of ynk is greater than or equal to epsilon naught. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇവ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് േക്കാൾ കൂടുതലാണ്. അതായത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും സീറോയിലേക്ക് പോകുന്നില്ല. അതായത് എഫ് ഓഫ് എക്സ് എൻ കെ മൈനസ് എഫ് ഓഫ് ഐ എൻ കെ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. കൺവേർജ് ചെയ്യാൻ അല്ലെ, ഇത് കൺവേർജ് ചെയ്യോ എന്നുള്ളത് അറിയില്ല. കൺവേർജ് ചെയ്താൽ തന്നെ എനിക്ക് പറയാം അതിന്റെ ലിമിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. കൺവേർജ് ചെയ്താൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ഈ ലിമിറ്റ് എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ആയിരിക്കും. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതായത് ലിമിറ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് എൻ കെ എന്ന് പറയുന്നതിന്റെ ലിമിറ്റും എഫ് ഓഫ് വൈ എൻ കെ എന്ന് പറയുന്നതിന്റെ ലിമിറ്റും സെയിം അല്ല. ലിമിറ്റ് സെയിം അല്ല. ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ not equal to limit of ynk even provided limit exists. limit exist ചെയ്യോ എന്നുള്ള കാര്യം കൂടി ഉറപ്പില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയാം, f of xnk and f of ynk are at a distance greater than or equal to epsilon naught means f of xnk minus f of ynk doesn't converge to 0. എന്തായാലും കൺവേർജ് ചെയ്യോ കൺവേർജ് ചെയ്യില്ലാവോ, എന്തായാലും കൺവേർജ് സീറോയിലേക്ക് കൺവേർജ് ചെയ്യില്ല. does not converge to 0, converge to 0. അതായത് സീറോയിലേക്ക് എന്തായാലും കൺവേർജ് ചെയ്യില്ല. അതായത് കൺവേർജ് ചെയ്താൽ തന്നെ എഫ് ഓഫ് എക്സ് എൻ കെ ആൻഡ് എഫ് ഓഫ് വൈ എൻ കെ ഡസൻറ്റ് കൺവേർജ് ടു ദി സെയിം ലിമിറ്റ്, ഡസൻറ്റ് കൺവേർജ് ടു ദി നമ്പർ, ഡസ് നോട്ട്. ഇതിന്റെ ലിമിറ്റ് സീറോ അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എഫ് ഓഫ് എക്സ് എൻ കെയുടെ ലിമിറ്റും എഫ് ഓഫ് വൈ എൻ കെയുടെ ലിമിറ്റും ഈക്വൽ അല്ല. ഡസ് നോട്ട് കൺവേർജ് to the same limit. So ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ, നമുക്ക് രണ്ട് സീക്വൻസസ് കിട്ടി, എക്സ് എൻ കെയും വൈ എൻ കെയും. എക്സ് എൻ കെ ആൻഡ് വൈ എൻ കെ കൺവേർജസ് ടു ദ പോയിന്റ് z, common point, common limit, same limit, but f of x n k and f of y n k do not converge to the same limit even if they converge. അത് കൺവേർജ് ചെയ്താൽ തന്നെ ലിമിറ്റ് സെയിം അല്ല. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്, എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് ഇസെഡ് എന്നാണ് കിട്ടിയത്. കാരണം ഇസെഡ് എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ ഫോർ എവറി സീക്വൻസ് കൺവേർജിങ് ടു ഇസെഡ് ഇറ്റ്സ് ഇമേജ് സീക്വൻസ് ഷുഡ് കൺവേർജ് ടു എഫ് ഓഫ് ഇസെഡ്.
അപ്പോൾ എക്സ് എൻ കെയും വൈ എൻ കെയും ഇസഡിലേക്ക് കൺവേർജ് ചെയ്തിരുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ കെയും എഫ് ഓഫ് വൈ എൻ കെയും രണ്ടും എഫ് ഓഫ് ഇസഡിലേക്ക് കൺവേർജ് ചെയ്യണമായിരുന്നു ഇഫ് എഫ് വാസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് ഇസഡ്. പക്ഷേ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എൻ കെ എഫ് ഓഫ് വൈ എൻ കെ കൺവേർജ് ചെയ്യുമെന്ന് അറിയില്ല. കൺവേർജ് ചെയ്താൽ തന്നെ അത് സെയിം ലിമിറ്റ് അല്ല. അപ്പോൾ എന്തായാലും എഫ് ഓഫ് ഇസഡിലേക്ക് തന്നെ രണ്ടും കൺവേർജ് ചെയ്യുന്നില്ല എന്ന് കിട്ടി. That means f is not continuous at the point z. This is a contradiction because z is a point in I and we have assumed that f is assumption endana f is continuous on I. That means f is continuous at every point of I. Z is a point in I. If namukku kitti f is not continuous at z. This is a contradiction to the given fact that f is continuous on I. So our assumption, contradictory assumption നമ്മൾ എടുത്തത് അത് തെറ്റായിരുന്നു. F is actually uniformly continuous on I. Okay. So that is the theorem. This is known as uniform continuity theorem. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? യൂണിഫോം കണ്ടിന്യൂറ്റി എന്താന്ന് പറഞ്ഞു. യൂണിഫോം കണ്ടിന്യൂറ്റി ഓൾവേസ് ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി അത് പറഞ്ഞു. ബട്ട് കണ്ടിന്യൂറ്റി എപ്പോഴും യൂണിഫോം കണ്ടിന്യൂറ്റി ഇംപ്ലൈ ചെയ്യുന്നില്ല. Not all continuous functions are uniformly continuous on its domain, but uniform continuity theorem says that a function continuous on a closed and bounded interval is uniformly continuous. ഇപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഒരു റിസൾട്ടാണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ. ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ പ്രോബ്ലത്തിൽ എന്ത് ചെയ്തു, ലിപ്ഷിറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്തു, ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ ആ റിസൾട്ട് വെച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. പക്ഷേ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ് ആർ ഓൾ യൂണിഫോംലി കണ്ടിന്യൂസ്. പക്ഷേ യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം ലിപ്ഷിറ്റ്സ് ആണോ? അങ്ങനെ ആവണമെന്നില്ല. ദിസ് ഇസ് എ നോട്ട് എവറി യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആർ ലിപ്ഷിറ്റ്സ് ഫംഗ്ഷൻസ്. അതായത് ലിപ്ഷിറ്റ്സ് ഇംപ്ലൈസ് യൂണിഫോം കണ്ടിന്യൂറ്റി ബട്ട് ദ കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. യൂണിഫോം കണ്ടിന്യൂറ്റി ഡസന്റ് ഇംപ്ലൈ ദ ഫംഗ്ഷൻ ഇസ് ലിപ്ഷിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ദ ഫംഗ്ഷൻ റൂട്ട് എക്സ്, g of x is equal to root x, അത് ഫംഗ്ഷൻ ആവണമെങ്കിൽ പോസിറ്റീവ്, ഞാൻ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ആണ് എടുത്തിരിക്കുന്നത് ഫോർ എവറി എക്സ് ഇൻ ദി പോസിറ്റീവ് ഇൻ്റർവൽസ് ക്ലോസ്ഡ് 0 to. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഒരു ഇടത്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണ് മോഡ് എഫിൻ്റെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്ത് റൂട്ട് എഫിൻ്റെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്തിരിക്കുന്നിടത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, റൂട്ട് എഫ് ഇസ് കണ്ടിന്യൂസ് എന്നുള്ള പ്രൂഫിൻ്റെ ഇടയ്ക്ക് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, കണ്ടോ, g of x equal to root x കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ r പ്ലസ് യൂണിയൻ 0യിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഓപ്പൺ ഇൻഫിനിറ്റിയിൽ g of x is equal to root x കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയർലി അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2ൽ g is കണ്ടിന്യൂസ്. ഓക്കെ. കൂടാതെ ഈ ഇന്റർവെലിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസ്ഡ് ഇന്റർവൽ 0-2 is a closed and bounded interval. And now we have uniform continuity theorem which says continuous on a closed and bounded interval implies uniform continuity. So this is continuity on a closed and bounded interval implies g is uniformly continuous on closed interval 0-2. Okay. പക്ഷേ ഈ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ 0-2ൽ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0-2 അല്ലെങ്കിൽ 0 സം k ഫോർ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. പക്ഷേ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ലിപ്ഷിറ്റ്സ്. 0 ഒരു ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റിൽ ഈ ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് ആവില്ല. കാരണം എന്താണ്? ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്താണ്? ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് g of x. എന്താണ് ലിപ്ഷിറ്റ്സ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? മോഡുലസ് ഓഫ് g of x മൈനസ് g of y ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ടൈംസ് മോഡുലസ് ഓഫ് x മൈനസ് y എന്ന് കിട്ടണം, അല്ലേ? There exists a positive case such that this is true for every x, y in the domain. We say that it is Lipschitz. അതായത് modulus of g of x minus g of y divided by modulus of x minus y എന്ന് പറയുന്നത് less than or equal to k എന്ന് കിട്ടണം for every x, y in the domain whenever x minus y not equal to 0. ഇതാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഈ മോഡുലസ് ഓഫ് g of x minus g of y ഡിവൈഡഡ് ബൈ x minus y, മോഡുലസ് ഓഫ് x minus y എടുത്തു. ഇതെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Modulus of g of x minus g of y divided by
minus g of y divided by modulus of x minus y എടുത്താൽ function is root x, so root x minus root y divided by modulus of x minus y. So modulus of x minus y is nothing but root x plus root y into root x minus root y. അപ്പോൾ ഈ മോഡുലസ് കട്ട് ചെയ്ത് പോയാൽ ഈ മോഡുലസ് ഒക്കെ വേണമെങ്കിൽ കളയാം. ഇത് കട്ട് ചെയ്ത് പോയാൽ you will get 1 by root x plus root y. The interval is a positive interval, so ഈ modulus sign വേണമെന്നില്ല, 1 by root x plus root y. പക്ഷേ ഈ x ഉം y ഉം എവിടെ വേരി ചെയ്യണത്? x y are in closed interval 0 2. അപ്പോൾ 0ന്റെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് വരെ x ഉം y ക്കും എടുക്കാം അല്ലേ? So x and y tends to 0 കൊടുക്കുമ്പോൾ if you consider 2 points very close to 0, this tends to infinity as x and y tend to 0. That means this is not bounded above. This there does not tends to infinity എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, this is not bounded above. This is not, there does not exist a k greater than 0 such that this is less than or equal to k for every x and y in the domain closed interval 0 to, because as x and y tends to 0, this term will diverge to infinity, അല്ലെങ്കിൽ it will tend to infinity. It will become larger and larger. So that means there does not exist a k positive such that this ratio modulus of g of x minus g of y by modulus of x minus y less than or equal to k for every x y in the domain. That means there does not exist a k positive such that modulus of g of x minus g of y is less than or equal to k times k modulus of x minus y. That means g is not Lipschitz on closed interval 0 2. So this is an example of a function. നിങ്ങളോട് one word ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഒരു ഫംഗ്ഷൻ Lipschitz അല്ല പക്ഷേ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. Okay, so this is an example. Now വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ Lipschitz ഫംഗ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പഠിച്ചു. ഇത് ചിലയിടത്ത് നമുക്ക് ഈ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂറ്റിയും വേറെ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ അല്ലാത്തടുത്ത് ലിപ്ഷിറ്റ്സും വെച്ചിട്ട് ഇതിന്റെ യൂണിയനിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ട് ഈ രണ്ട് റിസൾട്ടുകളും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് സർട്ടൺ ഫംഗ്ഷൻസ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ g of x is equal to root x, സെയിം ഫംഗ്ഷൻ ഓൺ ദ ഇന്റർവൽ ക്ലോസ് ടു 0 ഇൻഫിനിറ്റി നോക്കാം. 0 ഇൻഫിനിറ്റി. അപ്പോൾ 0 ഇൻഫിനിറ്റിയിൽ നോക്കിയാൽ നിങ്ങളൊരു 0 2 എന്നോ 0 1 എന്നുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയതുകൊണ്ട് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം യൂസ് ചെയ്ത് പറയാം. പിന്നെ ഇൻഫിനിറ്റി 0 ഇല്ലാത്ത ഒരു ഇന്റർവെല്ലിൽ ലിപ്ഷിറ്റ്സ് ആണെന്ന് പറയാം. പക്ഷെ 0 ഇൻഫിനിറ്റിയിൽ ലിപ്ഷിറ്റ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം 0യിലേക്ക് പോകുന്തോറും ഈ ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് 0 ഒരു ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു ഡൊമൈനിൽ ഈ ഫംഗ്ഷൻ ലിപ്ഷിറ്റ്സ് ആവില്ല. നേരത്തെ നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇന്റർവെല്ലിൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0 ഇൻഫിനിറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 0 1 2 1 2 ഇൻഫിനിറ്റി എന്നോ അങ്ങനെ. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് 0 2 തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇനി 0 1ൽ സെപ്പറേറ്റ് ചെയ്യണ്ടല്ലോ, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ 0 2ൽ ചെയ്തല്ലോ, അതുകൊണ്ടിട്ടാണ് 0 2 എന്ന് എഴുതിയിരിക്കുന്നത്. 0 2 എന്ന് എഴുതണമെന്നില്ല, 0 1 എഴുതിയാൽ മതി. അപ്പൊ ഞാൻ i എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റർവെൽ എടുത്തു, ക്ലോസ്ഡ് ഇന്റർവെൽ 0 2, j എന്ന് പറഞ്ഞിട്ട് ഇന്റർവെൽ ക്ലോസ്ഡ് 1 ഓപ്പൺ ഇൻഫിനിറ്റി എടുത്തു. എന്നിട്ട് ഇതിന്റെ യൂണിയൻ i യൂണിയൻ j ആണ് നമ്മുടെ ഗിവൺ ഡൊമൈൻ ക്ലോസ് ടു 0 ഇൻഫിനിറ്റി, i യൂണിയൻ j. അപ്പൊ ഐയിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്, ജയിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ i യൂണിയൻ ജയിലും യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷൻ g is continuous on closed interval 0 2. ക്ലോസ്ഡ് ഇന്റർവൽ 0 2ൽ കണ്ടിന്യൂസ് ആണ്, ആൻഡ് കണ്ടിന്യൂറ്റി ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽ implies uniform continuity. Therefore, G is uniformly continuous on closed interval 0 2. Now, on closed to 1 infinity, J എന്നുള്ള ഇന്റർവെല്ലിൽ we can prove that this G is Lipschitz. കാരണം say for example നമ്മൾ എടുക്കുകയാണ്, consider modulus of g of x minus g of y, consider that you will get modulus of root x minus root y. It can be written as modulus of x minus y divided by root x plus root y
by multiplying and dividing by root x plus root y. And ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈക്ക് നമുക്കൊരു ലോവർ ബൗണ്ട് കണ്ടുപിടിക്കാം. കാരണം ഈ ഇന്റർവെൽ 1 ഇൻഫിനിറ്റി ആണ്. സോ ഫോർ എവറി പോയിന്റ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഡൊമൈൻ 1 ഇൻഫിനിറ്റി, എക്സ് ആൻഡ് വൈ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് റൂട്ട് എക്സ് ആൻഡ് റൂട്ട് വൈ ആർ ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ ദെയർ സം റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സോ ദാറ്റ് ദെയർ റെസിപ്രോക്കൽ, that root x plus root y the reciprocal 1 by root x plus root y is less than or equal to 1 by 2. The reciprocal of 2 1 by 2. Now this is applied more apply the you will get that ratio is less than or equal to 1 by 2 times modulus of x minus y. That is g is Lipschitz with k is equal to 1 by 2. Constant is equal to 1 by 2. It's the Lipschitz condition holds. Okay, that any Lipschitz functions are all uniformly continuous, so that g is uniformly continuous on j. Thus we have 1 2 എന്ന് പറഞ്ഞ രണ്ട് മാർക്ക് ചെയ്തേക്കുന്നത് എന്താണ്? g is uniformly continuous on I and g is uniformly continuous on j, so that g is uniformly continuous on the union of I and j, which is the given domain closed to 0 open infinity. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് ഈ യൂണിയനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഒരു എപ്സിലോൺ എടുത്തിട്ട് അതിൻ്റെ ഇവിടുത്തെ യൂണിഫോം കണ്ടിന്യൂറ്റി ഓൺ ഐയിൽ കിട്ടുന്ന ഡെൽറ്റ എടുക്കുക, യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് ജെയിൽ കിട്ടുന്ന അവിടെ കിട്ടുന്ന ഒരു ഡെൽറ്റ ഉണ്ടല്ലോ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ രണ്ട് ഡെൽറ്റ എടുക്കുന്നു. പിന്നെ ഇവിടെ 1 എടുത്തിട്ടുള്ള കൊണ്ടിട്ട്, കാരണം അല്ലെ എക്സും വൈയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന 1 by 2 ഈ ഒരു ഇനീക്വാളിറ്റി സ്റ്റാർ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ 1 എന്ന് പറയുന്ന നമ്പറിനും എക്സും വൈയും ആ നമ്പറിനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഡെൽറ്റ ഈ 1ൻ്റെയും ഈ പറയുന്ന രണ്ട് ഡെൽറ്റകളുടെയും മിനിമം ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വിൽ hold on the interval closed to 0 open infinity, which is I union j. Okay, അപ്പം ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻസിന്റെ യൂണിഫോം കണ്ടിന്യൂറ്റി. Now next theorem tells about the image of a Cauchy sequence. അപ്പം ഇത് എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഇമേജ് ഓഫ് എ Cauchy sequence അണ്ടർ എനി കണ്ടിന്യൂസ് ഫങ്ഷൻ Cauchy ആവണമെന്നില്ല, അത് നമ്മളിവിടെ എഴുതിയിട്ടില്ല. പക്ഷേ if the function is uniformly continuous, you think about it, and the image of a Cauchy sequence under a continuous function Cauchy ആയിരിക്കോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതിന് കൗണ്ടർ എക്സാമ്പിൾ കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾ അടുത്ത ദിവസം പറയാം കേട്ടോ. നമ്മൾക്ക് പഠിക്കാനുള്ളത് ഈ ഫംഗ്ഷൻ ഒരു യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഇമേജ് സീക്വൻസും Cauchy ആയിരിക്കും. അതായത് ഇഫ് യു ഹാവ് എ ഫംഗ്ഷൻ f യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ A subset of R and sequence xn is a Cauchy sequence in A, then the image sequence f of xn is also a Cauchy sequence. അവിടുത്തെ റേഞ്ച് സെറ്റ് R ആയതുകൊണ്ട് Cauchy sequence in R. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്കിത് പ്രൂവ് ചെയ്യാം. അതായത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? Consider a uniformly continuous function f on A. Suppose sequence xn is a Cauchy sequence in A. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? To prove sequence f of xn is Cauchy sequence in R എന്ന് പ്രൂവ് ചെയ്യണം. Cauchy sequence എങ്ങനെ പ്രൂവ് ചെയ്യുക? ഒരു എപ്സിലോൺ എടുക്കുന്നു, എന്നിട്ട് ഒരു സ്റ്റേജ് m കിട്ടണം such that when ഈ mth സ്റ്റേജിന് ശേഷമുള്ള ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടണം. ഓക്കെ, ഒരു ഓക്കെ, അപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു. അപ്പോൾ ആസ് യൂഷ്വൽ Cauchy സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യണതിന് നമ്മൾ ചെയ്യണത് എങ്ങനെയാണ്? ഒരു എപ്സിലോൺ എടുത്തു. ഓക്കെ, എപ്സിലോൺ എടുത്തു. എന്നിട്ട് എപ്സിലോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എക്സൻ Cauchy സീക്വൻസ് ആയതിൽ നിന്നുള്ള എം അല്ല നമ്മൾ എടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സൻ Cauchy സീക്വൻസ് ആണെന്നാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് വൈനും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണേ അല്ലേ? അത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പോൾ ഇത് നിങ്ങൾ റേഞ്ച് സെറ്റിലെ സീക്വൻസ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് ആലോചിക്കുക. എക്സ് എന്നുള്ളത് എയിലെ സീക്വൻസ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ എയിലെ സീക്വൻസിലെ എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് റേഞ്ച് സെറ്റ് സീക്വൻസിൻ്റെ ഒരു റേഞ്ച് സെറ്റിലുള്ള ഒരു സീക്വൻസിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ലെസ് ദാൻ എപ്സിലോൺ ആക്കാനുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വി യൂസ് ദ ഡെഫിനിഷൻ ഓഫ് യൂണിഫോം കണ്ടിന്യൂറ്റി. കാരണം തന്നിട്ടുള്ളത് എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ എന്ന് തന്നിട്ടുണ്ട്. Since f is uniformly continuous on A, corresponding to the given epsilon greater than 0, there exists a delta greater than 0 such that whenever 2 points in the domain
are at a distance less than delta, their images range സെറ്റിലെ ഈ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് വൈ എന്നുള്ള രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള എപ്സിലോണിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫിൽ നിന്ന് കിട്ടുന്ന ഡെൽറ്റ, അതിന്റെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്ന ഡെൽറ്റ എടുത്തു. Okay, so that whenever x and y are in the some 2 points in the domain at a distance less than delta, their images are at a distance less than epsilon എന്ന് കിട്ടി. ആ കണ്ടീഷൻ നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ ഡൊമൈനിലെ സീക്വൻസ് ആണ് എക്സ് എൻ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഡൊമൈനിലെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോഴേക്കും അതിന്റെ ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവും എന്നൊക്കെ പറഞ്ഞു. അതാണ് 1 എന്നുള്ള കണ്ടീഷൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ നമുക്ക് കിട്ടിയ തൊട്ട് മുന്നേ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടിയ ഡെൽറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ട് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ടു ദിസ് ഡെൽറ്റ പോസിറ്റീവ് ദർ എക്സിസ്റ്റ് എ സ്റ്റേജ് കെ, കെ എന്നോ എച്ച് എന്നോ ജി എന്നോ എന്തെങ്കിലും വിളിക്കാം. ദർ എക്സിസ്റ്റ് എ സ്റ്റേജ് കെ സച്ച് ദാറ്റ് കെത്ത് ടേം തുടങ്ങിയിട്ടുള്ള സീക്വൻസ് എക്സനിൽ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസുകളൊക്കെയും ലെസ് ദാൻ ഡെൽറ്റയാണ് ബൈ കോഷി ക്രൈറ്റീരിയ അല്ലെ. കോഷി സീക്വൻസ് എക്സൻ കോഷി ആയതുകൊണ്ടിട്ട് കറസ്പോണ്ടിങ് ടു ദി അബൌ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സ്റ്റേജ് കെ സച്ച് ദാറ്റ് വെൻ എവർ ഫോർ ഓൾ എൻ ആൻഡ് എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഇസ് ലെസ് ദാൻ ഡെൽറ്റ. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുന്ന എക്സ് എൻ പ്ലസ് പി ഡെഫിനിഷൻ ആണെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കുന്നത് മോഡുലസ് ഓഫ് എക്സ് എൻ പ്ലസ് പി മൈനസ് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എഴുതേണ്ടത്. ലെസ് ദാൻ എഫ് ഡെൽറ്റ എന്നാണെങ്കിൽ അങ്ങനെ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ദർ എക്സിസ്റ്റ് എം ഇൻ എൻ സച്ച് ദാറ്റ് ദിസ് ഇസ് ട്രൂ എന്ന് പറഞ്ഞാലും മതി. എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആൻഡ് ഫോർ ഓൾ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഇങ്ങനെ എഴുതാം. ഇതിനോട് ഈക്വലന്റ് ആണ് ദർ എക്സിസ്റ്റ് നമ്പർ ദർ എക്സിസ്റ്റ് സ്റ്റേജ് കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം is less than delta for all n and m greater than or equal to k എന്ന് പറയുന്നത്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കോഷിയുടെ സീക്വൻസ് എക്സ് എൻ എസ് കോഷി എന്നുള്ളതിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് എഴുതാം. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. ദർ എക്സിസ്റ്റ് കേസസ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് എൻ ആൻഡ് എക്സ് എം ഇസ് ലെസ് ദാൻ ഡെൽറ്റ ആഫ്റ്റർ ദി കേത്ത് ടേം. ദെൻ അതിനെ ഞാൻ 2 എന്ന് കണ്ടീഷൻ മാർക്ക് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, condition 1 and 2 implies whenever n and m are greater than or equal to k, അതായത് kth ടേമിന് ശേഷമുള്ള ടേംസിനൊക്കെ what will happen? ഈ രണ്ട് സീക്വൻസിൽ നോക്കുക, സീക്വൻസ് എക്സനിലെ ടേംസ് അതായത് whenever n and m are greater than or equal to k, kth ടേമിന് ശേഷമുള്ള സീക്വൻസ് എക്സനിലെ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവും ബൈ കണ്ടീഷൻ നമ്പർ 2. ഇനി സീക്വൻസ് എക്സനിലെ ടേംസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേംസ് എക്സനും എക്സും ഒക്കെ ഡൊമൈനിലെ നമ്മുടെ എയിലെ ടേംസ് ആണ്. ഈ ഡൊമൈനിലെ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോൾ കണ്ടീഷൻ നമ്പർ 1 പറയുന്നത് എന്താണ്? അതിന്റെ ഇമേജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവും എന്നാണ്. സോ ബൈ കണ്ടീഷൻ നമ്പർ 1 എഫ് ഓഫ് എക്സ് എൻ ആൻഡ് എഫ് ഓഫ് എക്സ് എം ആർ അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളൊരു എപ്സിലോൺ എടുത്തപ്പോൾ ആദ്യം നമ്മൾ ഡെൽറ്റ കണ്ടുപിടിച്ചു, അതിന് പിന്നെ നമ്മൾ കെ കണ്ടുപിടിച്ചു. ഈ കെ സോ കറസ്പോണ്ടിങ് ടു ആൻ എപ്സിലോൺ ദർ എക്സിസ്റ്റ് എ കെ സച്ച് ദാറ്റ് the distance between f of xn and f of xm is less than epsilon after the kth term for all n and m greater than or equal to k. That means the sequence f of xn is a Cauchy sequence. Okay, so that is the proof. So next theorem is continuous extension theorem. Continuous extension theorem. ഞാൻ നേരത്തെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ എങ്ങനെ നമുക്ക് ഞാൻ നിങ്ങളോട് എന്താണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ പറഞ്ഞത് ഓർക്കണ്ടോ? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, അതായത് ചില ഫങ്ഷൻസിന് ഡിസ്കണ്ടിന്യൂസ് ആണ്, പക്ഷെ എനിക്ക് ആ ഡിസ്കണ്ടിന്യൂറ്റി അത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഹോൾഡ് ചെയ്യാതിരുന്നാൽ മതി. 3 കണ്ടീഷൻ എന്ന് വെച്ചാൽ എഫ് ഓഫ് സി ഒരു കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളുണ്ട് അല്ലേ. ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് സി. At C, left limit and right limit should exist and coincide so that the limit exists at C. And the third condition is that this limit at C and function value at C coincide. ഇതിൽ ഏതെങ്കിലും തെറ്റിയാൽ
എന്താ പറയാ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സിനെ തന്നെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് തെറ്റെങ്കിൽ അതിനെ നമ്മൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ ആണ് തെറ്റെങ്കിൽ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി അല്ല സെക്കൻഡ് കണ്ടീഷൻ അല്ല തേർഡ് കണ്ടീഷൻ ആണ് തെറ്റെങ്കിൽ അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റ് വാല്യൂ ഈക്വൽ അല്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ ടൈപ്പ് 1 ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ ടൈപ്പ് 2 ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ഏതായാലും പറഞ്ഞിട്ടില്ല. അത് തന്നെ ഏത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഏതാണ് എക്സിസ്റ്റ് ചെയ്യാത്തത് അത് വെച്ചിട്ട് നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ടൈപ്പ് 2 ഫ്രം ദ ലെഫ്റ്റ് എന്നും ടൈപ്പ് 2 ഫ്രം ദ റൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഫംഗ്ഷൻ വാല്യൂനോട് ഈക്വൽ അല്ലാത്തത് ഏത് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ലെഫ്റ്റ് ലിമിറ്റ് ചിലപ്പോൾ ഫംഗ്ഷൻ വാല്യൂനോട് ഈക്വൽ ആയിരിക്കും, റൈറ്റ് ലിമിറ്റ് ആയിരിക്കും. അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ടൈപ്പ് 1 തന്നെ ഫ്രം ദ ലെഫ്റ്റ് എന്നും ഫ്രം ദ റൈറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിലാണ് കണ്ടിന്യൂറ്റി പറയാം. അപ്പം അതിൽ ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലാത്ത കേസാണ് അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് ഫംഗ്ഷനെ എന്ത് ചെയ്യാം, ആ പോയിന്റിലേക്ക് ഫംഗ്ഷൻ സിയിൽ എന്നുള്ള പോയിന്റിൽ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ അറ്റ് സി ഈ ലിമിറ്റിനോട് ഈക്വൽ അല്ലെങ്കിലും ഒക്കെ നമുക്ക് ഈ സി എന്നുള്ള പോയിന്റിലേക്ക് ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം സോ ദാറ്റ് ദ എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. വേറാസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസിൽ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയ, അതായത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ an interval, say defined on open interval AB. ഇതിൽ എനിക്ക് എ ബി എന്നുള്ള എൻ പോയിന്റ്സിലേക്ക് കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയാൽ, if the continuous extension is possible to the endpoints A and B, so that the extended function is continuous on closed interval AB, then you can say that f is uniformly continuous on closed interval AB. തിരിച്ച് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ മാത്രമേ എനിക്ക് ഈ എയിലേക്കും ബിയിലേക്കും എ എന്നുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും കണ്ടിന്യൂസ് ആവുന്ന രീതിയിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലേക്ക് ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് പറഞ്ഞു മനസ്സിലായോ? കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ പോസിബിൾ ആവണമെങ്കിൽ, ഒരു എൻ പോയിന്റ്സിലേക്ക് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ പോസിബിൾ ആവണമെങ്കിൽ ആ എൻ പോയിന്റ്സിൽ ഒഴിച്ച ഇന്റീരിയർ പോയിന്റ്സിൽ, അതായത് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഇന്റീരിയർ ഓഫ് ദാറ്റ് ഇന്റർവെലിൽ ഈ ഫംഗ്ഷൻ ചുമ്മാ കണ്ടിന്യൂസ് ആയ പോരാ, യൂണിഫോംലി കണ്ടിന്യൂസ് ആവണം. എന്താണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം? A function is uniformly continuous on closed interval AB if and only uniformly continuous on open interval AB if and only if f can be extended to the endpoints A and B so that the extended function becomes continuous on closed interval AB. Continuous extension theorem പറയുന്നത് ഒരു ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ സച്ച് ദാറ്റ് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. എഫ് എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. അപ്പോൾ എപ്പോഴും നമുക്ക് അതിനെ എൻ പോയിന്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. എന്താ കാര്യം? ഞാൻ എഫ് കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി എന്ന് വെച്ചിട്ട് എനിക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം എയിൽ കണ്ടിന്യൂറ്റി പറയുന്നില്ല, ബിയിൽ കണ്ടിന്യൂറ്റി പറയുന്നില്ല, എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള പോയിന്റ്സിലൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് വെച്ചിട്ട്
സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഞാൻ സേ നിങ്ങൾക്ക് 1/x എന്നോ അല്ലെങ്കിൽ സൈൻ 1/x എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എടുക്കാം. 1/x എന്നുള്ള ഫംഗ്ഷൻ എടുത്തു. 1/x ഫോർ എവറി x ഗ്രേറ്റർ ദാൻ 0. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏത് പോസിറ്റീവ് നമ്പറിൽ എടുത്തിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആണ്. പക്ഷേ എനിക്ക് 0 ഉള്ള ഒരു ഇന്റർവെല്ലിലേക്ക്, ഇതിപ്പോൾ ഓപ്പൺ ഇന്റർവെൽ 0, ഓപ്പൺ 0 ഇൻഫിനിറ്റിയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഇസ് കണ്ടിന്യൂസ്. പക്ഷേ എനിക്ക് ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റിയിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. 0 ഇൻഫിനിറ്റി വേണമെന്നില്ല, ഞാൻ വേറെ ഏതെങ്കിലും 0 1 എന്നോ അങ്ങനെ എടുത്താലും മതി. 0 1 എന്നായാലും മതി. ഞാൻ ക്ലോസ്ഡ് ഇന്റർവെൽ തന്നെ ആക്കാൻ വേണ്ടി പറയാണ്. 0 1 എടുത്തു. പക്ഷെ ക്ലോസ്ഡ് 0 1ലേക്ക് എനിക്കിതിനെ കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ അല്ലാണ്ട് വരും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x വരും. അതെന്ത് കിട്ടും? അത് ആക്ച്വലി ഇൻഫിനിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് 0യിൽ ഫംഗ്ഷൻ വാല്യൂ എന്തെന്ന് കൊടുക്കും? എങ്ങനെ ഡിഫൈൻ ചെയ്യും? എങ്ങനെ ഡിഫൈൻ ചെയ്താലും നിങ്ങൾ ഏത് റിയൽ നമ്പർ ആയിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലും അറ്റ് 0 നിങ്ങൾ 0 എന്ന് കൊടുത്തോ 1 എന്ന് കൊടുത്തോ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് വാല്യൂ അറ്റ് 0യും ഫംഗ്ഷൻ വാല്യൂ അറ്റ് 0യും കോയിൻസൈഡ് ചെയ്യില്ല. കാരണം ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിട്ടുള്ള ഫംഗ്ഷനെ എപ്പോഴും ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലേക്ക് കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റണമെങ്കിൽ എന്ത് വേണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഒന്നാമത് ഞാനിപ്പോൾ പറഞ്ഞത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ എടുത്തു, അത് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ അത് ഓപ്പൺ ഇന്റർവെൽ 0 1ൽ യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. അതേസമയം ഒരു ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ എനിക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലേക്ക് കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് എൻ പോയിന്റ്സിലേക്കും കൂടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. അതൊന്ന് തിരിച്ചും പറ്റും. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിലേക്ക് ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്ച്വലി ആ ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ വെറും കണ്ടിന്യൂസ് മാത്രമല്ല യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഓപ്പൺ ഇന്റർവെൽ എ ബി ആയിരിക്കും. അതാണ് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം. അതായത് ഫംഗ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ദി ഓപ്പൺ ഇന്റർവെൽ എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് എഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു ദി കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ extended continuously onto the bigger interval, closed interval AB. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. സപ്പോസ് ഞാൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അപ്പോൾ ഒരു സൈഡ് ഇംപ്ലിക്കേഷൻ ഭയങ്കര ട്രിവിയൽ ആണ്. കാരണം എന്താ വെച്ചാൽ സപ്പോസ് എഫ് ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദി എൻഡ് പോയിന്റ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് ദി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. സപ്പോസ് ദാറ്റ് എഫ് ഹാസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് വിചാരിക്കാം. Suppose that f has a continuous extension on the closed interval AB. അപ്പോൾ എഫിന്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കാം. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് യൂണിഫോം കണ്ടിന്യൂറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂറ്റി ഓൺ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെൽ ഇംപ്ലൈസ് യൂണിഫോം കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ എഫിന്റെ എക്സ്റ്റൻഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി is a closed and bounded set, so that extension is uniformly continuous on that interval, closed interval AB. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ പിന്നെ അതിന്റെ സബ്സെറ്റ് ആയ ഓപ്പൺ ഇന്റർവൽ എ ബിയിലും യൂണിഫോംലി കണ്ടിന്യൂസ് എന്ന് പറയാം. അതായത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ ദാറ്റ് പാർട്ട് ഇസ് ട്രിവിയൽ. ബട്ട് അടുത്ത പാർട്ട് അത്ര ട്രിവിയൽ അല്ല, അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് f is uniformly continuous on open interval AB. f എന്നുള്ള ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത് എഫിനെ എനിക്ക് എ എന്നുള്ള പോയിന്റിലും ഡിഫൈൻ ചെയ്യണം, ബി എന്നുള്ള പോയിന്റിലും എഫ് ഡിഫൈൻ ചെയ്യണം. എഫ് ആക്ച്വലി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലെ. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ മാത്രം ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഈ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലേക്ക് എനിക്ക് എഫിനെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദി എക്സ്റ്റെൻഡഡ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എ എന്നുള്ള പോയിന്റിൽ നമ്മൾ എങ്ങനെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, എങ്ങനെ ഡിഫൈൻ ചെയ്താലാണ് എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എ നിങ്ങൾ എന്തായിട്ട് ഡിഫൈൻ ചെയ്താലാണ് എന്ത് കിട്ടേണ്ടത്,
നമുക്ക് എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ എന്തെന്ന് ഡിഫൈൻ ചെയ്താലാണ് നമുക്ക് ഫംഗ്ഷൻ എയിൽ കണ്ടിന്യൂസ് ആവുക. അത് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തെന്ന് ഡിഫൈൻ ചെയ്താലാണ് കണ്ടിന്യൂസ് ആവുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താലാണ്. മനസ്സിലായോ? എഫ് ഇപ്പൊ പറഞ്ഞു ഇറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. പ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം ഡിഫൈൻ ചെയ്യണം. സംതിങ് ഞാൻ L1 എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണം. ടു ഫൈൻഡ് L1 ആൻഡ് L2 സച്ച് ദാറ്റ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് L1 എന്ന് ഡിഫൈൻ ചെയ്യണം, എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് L2 എന്ന് ഡിഫൈൻ ചെയ്യണം. സോ ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ ആൻഡ് അറ്റ് ബി. അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആയിരിക്കണം, അല്ലേ? അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആയിട്ടാണ് എഫ് ഓഫ് എ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത്ര എന്താ ആലോചിക്കാമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഈ പറഞ്ഞ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണ്ടേ? എക്സിസ്റ്റ് ചെയ്താലല്ലേ ഇത് എക്സിസ്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും ഇല്ല. പക്ഷെ യൂണിഫോം കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എപ്പോഴും അത് കണ്ടിന്യൂസ് ആണെന്ന് വെച്ചിട്ട് ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കേസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ അതിന്റെ ബൗണ്ടറി പോയിന്റിൽ എൻ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ യൂണിഫോം കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പറയുന്ന എൻ പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ്ലി എക്സ്റ്റെൻഡ് ചെയ്യാം എന്നൊക്കെയാണ് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. കാരണം ഈ ലിമിറ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ കണ്ടിന്യൂസ് ആവും സംഭവിച്ചു, പക്ഷേ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. കൺസിഡർ ദ എൻ പോയിന്റ് എ എന്നുള്ള എൻ പോയിന്റ് കൺസിഡർ ചെയ്തു. നമുക്ക് എഫ് ഓഫ് എ ഡിഫൈൻ ചെയ്യണം. എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിട്ട് ഡിഫൈൻ ചെയ്താലാണ് ഫംഗ്ഷൻ എഫ് എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ആവാൻ പോണേ. അങ്ങനത്തെ രീതിയിൽ നമ്മൾ എയിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എഫ് ആക്ച്വലി എവിടെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. നമ്മളാണ് ഇനി എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോണേ. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ. Okay, so first we consider a sequence converging to this point A. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. 1 by നൈബർഹുഡുകൾ എടുത്താൽ മതി. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഒരു സീക്വൻസ് വേണം. അപ്പോൾ എയുടെ 1 നൈബർഹുഡ് ആദ്യം എടുക്കുന്നു, അതിൽ നിന്നൊരു പോയിന്റ് എടുക്കുന്നു A1, പിന്നെ 1/2 നൈബർഹുഡ് എടുക്കുന്നു, അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു A2, 1/3 നൈബർഹുഡിൽ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു A3. അങ്ങനെ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സീക്വൻസ് എ എൻ എവിടുത്തെ സീക്വൻസ് ആണ്? ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ സീക്വൻസ് ആണ്. സച്ച് ദാറ്റ് എ എൻ കൺവേർജസ് ടു എ ആസ് എൻ ഗോസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യാം. ദെൻ വി ഹാവ് തിയറം, കോഷീസ് തിയറം, കോഷീസ് ക്രൈറ്റീരിയൻ പറയുന്നത് റിയൽ സീക്വൻസസ് കൺവേർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് കോഷി. അപ്പോൾ സീക്വൻസ് എ എൻ കൺവേർജസ് ടു എ എന്ന് പറഞ്ഞാൽ സീക്വൻസ് എ എൻ ഇസ് കോഷി. ഇനി സീക്വൻസ് എ എൻ എവിടുത്തെ സീക്വൻസ് ആണ്? സീക്വൻസ് എ എൻ ഇസ് എ സീക്വൻസ് ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി. ഓക്കെ, ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ സീക്വൻസ് ആണ്. അപ്പോൾ റിയൽ സീക്വൻസിന്റെ കേസിൽ കൺവേർജൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കോഷി. സോ സീക്വൻസ് എ എൻ ഇസ് കൺവേർജന്റ് മീൻസ് സീക്വൻസ് എ എൻ ഇസ് കോഷി. സോ സീക്വൻസ് എ എൻ കോഷിയാണ്. ആൻഡ് വി ഹാവ് എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. സോ വി ഹാവ് എ തിയറം, എന്താണ്? The image of a sequence, Cauchy sequence under a uniformly continuous function is Cauchy sequence എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിയറം പഠിച്ചു അല്ലേ? സോ അവർ സീക്വൻസ് എഫ് ഓഫ് എ എൻ ഇസ് ഓൾസോ a Cauchy sequence in R. അപ്പോൾ സീക്വൻസ് എഫ് ഓഫ് എ എൻ എഫ് ഓഫ് എ എൻ കോഷിയാണ്. എഗെയിൻ ബൈ ദ സെയിം തിയറം, കോഷീസ് ക്രൈറ്റീരിയൻ പറയുന്ന അനുസരിച്ചിട്ട് റിയൽ സീക്വൻസസ് കോഷി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് കൺവേർജന്റ്. സോ ദാറ്റ് സീക്വൻസ് എഫ് ഓഫ് എ എൻ ഇസ് കോഷി മീൻസ് സീക്വൻസ് എഫ് ഓഫ് എ എൻ ഇസ് കൺവേർജന്റ്. So sequence f of a n is convergent. Let the limit of sequence f of a n be L. So what is L? L is the limit of sequence f of a n. Now we define our function f.
നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. വി ഡിഫൈൻ എഫ് അറ്റ് ദ എൻ പോയിന്റ് എ ആസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു ദിസ് എൽ. വാട്ട് ഇസ് എൽ? L is the limit of f of an where an is a sequence constructed from open interval AB which converges to the point A. Okay, then by this definition the function f becomes continuous at the point A. For that continuity prove ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഏതെങ്കിലും ഒരു സീക്വൻസ് എടുക്കുകയാണ്. എയിലേക്ക് കൺവേർട്ട് ചെയ്യണ എല്ലാ സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ആണ് പ്രൂവ് ചെയ്യാൻ പോണേ. എയിലേക്ക് കൺവേർട്ട് ചെയ്യണ ഏതൊരു സീക്വൻസിന്റെയും ഇമേജ് സീക്വൻസ് എഫ് ഓഫ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. അപ്പോൾ കൺസിഡർ എ സീക്വൻസ് എക്സ് എൻ ഇൻ ഓപ്പൺ ഇന്റർവൽ എ ബി കൺവേർജസ് ടു എ. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്ന് വെച്ചാൽ എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എ എൻ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? എ എൻ ഇസ് എ സീക്വൻസ് കൺവേർജിങ് ടു എ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സീക്വൻസ് എക്സ് എൻ ഇസ് എ സീക്വൻസ് കൺവേർജിങ് ടു എ. സോ ദ ഡിഫറൻസ് എക്സ് എൻ മൈനസ് എ എൻ ഇസ് എ സീക്വൻസ് കൺവേർജിങ് ടു 0. So we have two sequences, sequence xn and sequence an. Both are sequences in open interval AB. Okay, now we have the function f is uniformly continuous on open interval AB. Okay, uniformly continuous ആണ് f. So that f of xn minus f of an f of xn minus f of an converges to 0. എന്താ കാര്യം? നേരത്തെ പറഞ്ഞ അതേ തിയർ ആണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ കോഷി സീക്വൻസസിന്റെ ഇമേജസും കോഷി ആയിരിക്കും. അപ്പോൾ എക്സ് എൻ മൈനസ് എ എൻ കൺവേർജന്റ് ആയതുകൊണ്ട് കോഷിയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഇമേജ് സീക്വൻസ് ആയിട്ടുള്ള അപ്പോൾ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ സീക്വൻഷ്യൽ ഡെഫിനിഷൻ എന്താണ്? വെനെവർ നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താണ് പറഞ്ഞത്? വെനെവർ ഫോർ എവറി എപ്സിലോൺ greater than 0 there exists a delta such that whenever 2 points are at a distance less than delta f of x and f of y are at a distance less than epsilon. ഇതിന്റെ തന്നെ സീക്വൻഷ്യൽ ഡെഫിനിഷൻ എന്താ വരും? whenever two sequence having അല്ലേ, we have two sequences xn and yn having the same limit, then their images f of xn and f of yn will also have the same limit എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ f of xn minus f of xn minus f of yn, f of ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് xn and an ആണ്. xനും anനും രണ്ടിനും സെയിം ലിമിറ്റ് ആണെങ്കിൽ, f യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ f of xnനും f of anനും സെയിം ലിമിറ്റ് തന്നെ വരണം. So that the difference f of xn minus f of an should tend to 0. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എ എൻ ടെൻസ് ടു 0 എന്നും കിട്ടിയിട്ടുണ്ട്. എൽ എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചിരിക്കുന്നത് എഫ് ഓഫ് എ എന്നിനെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എക്സ് എൻ എഫ് ഓഫ് എക്സ് എന്നിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എ എൻ പ്ലസ് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എ എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് എൻ മൈനസ് എഫ് ഓഫ് എ എന്നിന്റെ ലിമിറ്റ് 0 ആണ്. എഫ് ഓഫ് എ എന്നിന്റെ ലിമിറ്റ് എൽ ആണ്. സോ വി വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് എൻ ഹാസ് ലിമിറ്റ് എൽ. Thus, if you consider any sequence xn in open interval AB which converts to A, f of xn converts to f of A. xn എന്നുള്ള സീക്വൻസ് എയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും അതിന്റെ ഇമേജ് സീക്വൻസ് f of xn converges to f of A എന്ന് പറഞ്ഞാൽ f is continuous at the point A. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ സിമിലർ ആർഗ്യുമെന്റ് യൂസ് ചെയ്ത് നമുക്ക് we can prove that f is you can define f of b define ചെയ്യാം. എങ്ങനെ എടുത്താൽ മതി? ബിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് എടുക്കുക, അത് കൺവേർജന്റ് ആയതുകൊണ്ട് കോഷിയാണ്. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എ ബി ആയതുകൊണ്ട് അതിന്റെ ഇമേജ് എഫ് ഓഫ് ഞാൻ ബി എന്നാണ് എടുക്കണമെങ്കിൽ എഫ് ഓഫ് ബി എനും കോഷിയാണ്. അതുകൊണ്ട് എഫ് ഓഫ് ബി എൻ കൺവേർജന്റ് ആണ്. ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്താണോ അതായിട്ട് നമ്മൾ എഫ് ഓഫ് ബി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് ബി. ദസ് വി ഗെറ്റ് an extension of the function f such that extension is continuous on closed interval AB. That is continuous extension theorem. Hope it is clear for you.